ചിറ്റൂർ രചന സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിമാസ സാഹിത്യ സമ്മേളനവും പുസ്തക ചർച്ചയും കവി സമ്മേളനവും നടത്തി. ചിറ്റൂർ അണിക്കോട് ഗൈഡ് അക്കാദമിയിൽ ഞായറാഴ്ച രാവിലെ കൊഴിഞ്ഞാമ്പാറ ഗവൺമെന്റ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എസ് ബിന്ദു സാഹിത്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ കവിത ഇവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ അന്വേഷിച്ച് മലയാള സാഹിത്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇന്നത്തെ കവിത പുതുവഴികൾ പാരമ്പര്യത്തെ നിഷേധിച്ച് പുതുവഴികൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നാട്ടുജീവിതവും കാട്ടുഭാഷയും ജലജീവിതവും ജലഭാഷയും ഒക്കെ ഇന്നത്തെ കവിതയുടെ പുതുവഴികളാണ്. ആധുനിക മനുഷ്യകേന്ദ്രിതമായി ഇപ്പോൾ മനുഷ്യന് വ്യക്തികൾക്ക് പ്രാധാന്യം നൽകിയിരുന്ന ഒരു കാലമുണ്ട്. ആ വ്യക്തിയോടൊപ്പം തന്നെ അവരുടെ അഹന്തയും പ്രശ്നയും ഒക്കെ ഒരു കാലത്ത് ചേർത്ത് വെച്ചിരുന്നു. ഇന്നത്തെ കവിത അതിനെയൊക്കെ വലിച്ചു ദൂരെ എറിയുകയാണ്. ഒപ്പം മാനവ മൂല്യങ്ങൾക്ക്, സ്നേഹത്തിന്, അനുകമ്പയ്ക്കൊക്കെയാണ് ഇന്ന് കവിത ഇമ്പോർട്ടൻസ് നൽകുന്നതെന്ന് നമ്മൾ ഇന്നത്തെ പുതിയ കവിതകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ആധുനിക മനുഷ്യൻ്റെ ബുദ്ധിയെയും അവൻ്റെ ധർമ്മ അധർമ്മങ്ങളെയൊക്കെ നമ്മെ ബോധ്യപ്പെടുത്താനായിട്ട് ഇന്നത്തെ കവിത ശ്രമിക്കുന്നുണ്ട്. വിജയൻ അധ്യക്ഷത വഹിച്ചു. നയനൻ നന്ദിയോട്, പ്രൊഫസർ കെ ശശികുമാർ, ശ്രീജ അശോകൻ രാജീവും, ലളിത കരിപ്പോട്, സ്മിതാദാസ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ റവന്യൂ പുരസ്കാരം നേടിയ കൊല്ലങ്കോട് വില്ലേജ് ഓഫീസർ ആർ ശ്രീജയെ ആദരിച്ചു. കോളേജ് അധ്യാപകൻ ശശികുമാറാണ് ആദരിക്കൽ നടത്തിയത്. സ്മിതാദാസിന്റെ എങ്ങോട്ടു പോയി എന്ന കവിതാ സമാഹാരം ചർച്ച ചെയ്തു. കവിയരങ്ങിൽ പ്രമുഖ കവികൾ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.